ചേച്ചി ഈ സാമ്പ്രാണിക്കൊടിയുടെ പ്രധാന പ്രത്യേകത എന്താണ് ചേച്ചി? പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ അത് ആൾക്കാർ ഇവിടെ വരുന്ന ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന സ്പോട്ടാണ്. പിന്നെ വള്ളത്തിൽ നല്ല യാത്രയുണ്ട്. വള്ളത്തിൽ യാത്ര പോയാൽ ഇവിടെ നിൽക്കുന്നതിനൊക്കെ ഭംഗിയുള്ള യാത്രയാണ് വള്ളത്തിൽ പോകുന്നത്. അഷ്ടമുടിക്കായലിന്റെ ഭാഗമല്ലേ ഈ ഒരു പ്രദേശം? അഷ്ടമുടിക്കായലിന്റെ നടുക്കാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. കാൽമുട്ടിന്റെ അത്ര ഭാഗം മാത്രം ഇതിപ്പോ ഇച്ചിരി വെയിലേറ്റം കൂടുതലായത് തന്നെ വെള്ളം കൂടുതൽ. അല്ലെങ്കിൽ നമുക്ക് പാദം നനച്ചിട്ട് മേലോട്ടുള്ള വെള്ളമേ ഉള്ളൂ ഇവിടെ. സാധാരണ അത്രയും വെള്ളമേ ഉള്ളൂ. ചേച്ചി എത്ര വർഷമായിട്ട് ഇവിടെ? ഞാനിവിടെ കല്ലുമേക്കായിട്ട് 4 വർഷം കൊണ്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കട തുടങ്ങിയിട്ട് 2 വർഷമായി കാണത്തതേ ഉള്ളൂ. ഇതിങ്ങനെ മുഴുവൻ സമയം വെള്ളത്തിൽ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കാലുവേദന വരും, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ഇവിടെ പൊതുവെ ടൂറിസ്റ്റുകൾ എല്ലാ ദിവസവും ഉണ്ടാവും? എല്ലാ ദിവസവും ഉണ്ട്. പക്ഷേ അവധി ദിവസങ്ങളിലാണ് തോനെയും ആൾക്കാർ വരുന്നത്. ഇവിടെ പ്രധാനമായിട്ട് എന്തൊക്കെയാ കച്ചവടം ചെയ്യാ? ഇവിടെ മാങ്ങ, പൈനാപ്പിള്, തണ്ണിമത്തൻ, നെല്ലിക്ക, പിന്നെ മുട്ടായി ഐറ്റംസ്, ഗോലി സോഡ നാരങ്ങ, സർവത്ത്, കുടത്തില് മോര്. ഉച്ചക്കൊക്കെ വരുന്നവർക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള ഭക്ഷണം ഇവിടുന്ന് കിട്ടും? കല്ലുമേക്കായും കപ്പയൊക്കെ കിട്ടും ഇവിടെ. ഈ പ്രദേശം മുഴുവൻ കണ്ടൽക്കാട് ഉണ്ടായിരുന്ന ഭാഗമാണോ? അതായത് കണ്ടൽക്കാട് ഉണ്ടായിരുന്നല്ല, ഈ സുനാമി വന്നതിന് ശേഷം ഇവിടെ വന്ന് കൊറേയൊക്കെ അടിഞ്ഞു വന്നിരുന്ന കണ്ടൽക്കാടുകൾ വളർന്നത്. പിന്നെ കൊറേയൊക്കെ സുനാമി സംരക്ഷണം എന്നും പറഞ്ഞ് വെച്ചു. അങ്ങനെ ഞാൻ കരുതി ഇത് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രദേശം അത് കാഴ്ച കുറവായോണ്ട് കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്നു. പിന്നെ അത് ഒരു 6-7 വർഷത്തിന് മുമ്പ് ഇവിടെ 2 പേര് ആദ്യമായിട്ട് സാമ്പ്രാണിക്കോടിയിലുള്ള 2 പേര് ബോട്ടിൽ ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കി. അങ്ങനെയാണ് ഇത് ഫേമസ് ആയത്. 3 വർഷം ഈ DTPC ഒന്നും ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. പ്രൈവറ്റ് ആയിട്ട് എല്ലായിടത്തുനിന്നും ആൾക്കാർ വരികയും കൊണ്ടിറക്കുകയും ഒക്കെ ചെയ്ത് നല്ല ഭയങ്കരമായ ആളുണ്ടായിരുന്നു അന്നേരം. പിന്നെ ഈ 3 വർഷം കഴിഞ്ഞതിന് ശേഷം DTPC ഏറ്റെടുത്ത് ടിക്കറ്റ് ആക്കി 3 കൗണ്ടറാക്കി. പിന്നെ വള്ളക്കാർക്ക് പ്രത്യേകം അവര് വള്ളത്തിൽ യാത്ര ചെയ്യുന്നതിന് പ്രത്യേകം 100 രൂപ വീതമാക്കി. ഇവിടെ ഈ ബോട്ട് വഴി വരുമ്പോഴത്തേക്ക് അതിനുള്ള സുരക്ഷയും കാര്യങ്ങളൊക്കെ? ബോട്ടിലും സുരക്ഷിതത്വം ഉണ്ട്. അതിനകത്ത് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ വള്ളത്തിൽ ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ഇൻഷുറൻസ് ഉള്ള വള്ളങ്ങളാണ്. ഇവിടുന്ന് മറ്റു ദ്വീപുകൾ കാണിക്കാൻ കൊണ്ടുവരുന്നവരും അത് ഇൻഷുറൻസ് ഉള്ള വള്ളം. എന്നിട്ട് പിന്നെ അത് കനാൽ പേപ്പർ ഉള്ള വള്ളങ്ങളാ. പിന്നെ അതിനകത്ത് ലൈഫ് ജാക്കറ്റ് ഉണ്ട്. അങ്ങനെയുള്ള വള്ളങ്ങളെല്ലാം കിടക്കും. അതിനുശേഷം എന്തെങ്കിലും അപകടം ഇവിടെ നടന്നിട്ടുണ്ടോ? ഇല്ല, അതിനുശേഷം ഇവിടെ അപകടം നടക്കുന്ന മേഖലയല്ല. ആ ബോട്ട് പോകുന്ന സൈഡിലേ ഉള്ളു ഇച്ചിരി ചാഴമായിട്ടുള്ള ആഴം കൂടിയ സ്ഥലം. ആ ആഴം കൂടിയ സ്ഥലത്തോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് അവര് എതിർത്ത്, അവര് ചെവി കൊള്ളാതെ കേൾക്കാത്ത രീതിയിൽ അവര് പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇവിടെ നമ്മൾ ഈ പോകുന്നിടത്ത്, ഈ വള്ളങ്ങൾ പോകുന്നിടത്തെങ്ങും ആഴമില്ല. നമുക്ക് തറ കണ്ടു പോവാം. ആഴമുള്ള സ്ഥലമല്ല. സുരക്ഷിതമായിട്ട് വന്ന് ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ഇനി ഇത് അവിടെ ആ ബോട്ട് പോകുന്നുണ്ട് ചാലുകൊണ്ട്, അതിനപ്പുറത്തോട്ട് ഇച്ചിരി ആഴ കൂടുതലാണ്. ആ ആഴ കൂടുതൽ കൊണ്ടാണ് അവരുടെ വീട്ടിലോട്ട് പോകുന്ന ആ സ്ഥലത്ത് അവിടെ വെച്ച് കാറ്റ് വീണ് വെള്ളം മറിഞ്ഞ്. കാറ്റ് വീണ് വെള്ളം മറിഞ്ഞതാ. ഭയങ്കരമായ കാറ്റ് വീണ്. പിന്നെ ഇവിടെ 20 വർഷത്തിന് മുമ്പ് കൊല്ലം ആലപ്പുഴ ലൈൻ ബോട്ട് പോകാനായിട്ട് ചാല് തോണ്ടിയായിരുന്നു. അന്നേരം മണ്ണ് ട്രച്ച് ചെയ്തിട്ട സ്ഥലമാണിത്. ഉയർന്ന പ്രദേശമായത്. അത് പിന്നെ ഈ മെൽബിൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ആളിനെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി. ആദ്യമായിട്ട് ഈ കായൽത്തീര റെസ്റ്റോറന്റ് എന്നും പറഞ്ഞ് ഒരു റെസ്റ്റോറന്റ് അവിടെ കാണുന്നില്ലേ, അവിടെ വേറൊരാളായിരുന്നു, അബീർ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അവിടെ എടുത്തിരുന്നത്. അയാളും മെൽബിൻ ചേട്ടനും കൂടെയൊക്കെയാണ് ഇവിടെ ടൂറിസ്റ്റിനെ അങ്ങനെ അവരാണ് ആദ്യമേ ഇവിടെ ആളിനെ കൊണ്ടിറക്കി. മെൽബിൻ എന്ന് പറയുന്ന ചേട്ടൻ ആളിനെ കൊണ്ടിറക്കി. പിന്നെ ഇത് പിന്നെ ഓരോരുത്തർ കൊണ്ടിറക്കാനും നിൽക്കാനും ഒക്കെ തുടങ്ങി. പിന്നെ കടകളായി ഒക്കെയുള്ള കാര്യങ്ങളായിരുന്നു. ആദ്യം ഇത്രയും കടകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലേ തുടക്കത്തില്? കടകള് അത് അവരിങ്ങനെ കൊണ്ടിറക്കി. പിന്നെ ആൾക്കാർ വരാൻ തുടങ്ങിയപ്പം ആൾക്കാർ കൊണ്ടുവരാൻ തുടങ്ങിയപ്പം എല്ലായിടത്തുനിന്നും കൊണ്ടുവരാൻ തുടങ്ങി പിന്നെ ആൾക്കാർ. അന്നേരം പിന്നെ കച്ചവടക്കാർ, ഇഷ്ടംപോലെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ സാമ്പ്രാണിക്കോടി ഒരു ചേച്ചി കച്ചവടം ചെയ്യാൻ വന്നായിരുന്നു ഇവിടെ. അങ്ങ് അവിടുന്ന് ആ കോടിയിൽ കച്ചവടം ചെയ്യാൻ വന്നപ്പോ ഇവിടെ ഭയങ്കരമായ കാറ്റും മഴ ഉണ്ടായി. അന്നേരം അവരുടെ അടുത്ത് ഇവിടുന്ന് വള്ളക്കാരെല്ലാരും പറഞ്ഞു, ബാക്കിയുള്ള കടക്കാരും പറഞ്ഞു ബോട്ട് വിട്ടു പോവരുത്, നല്ല കാറ്റ് വീഴുമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ വള്ളം വിട്ടുപോയി. അവിടെ സാമ്പ്രാണിക്കോടി കുരിശ്ശേരിയുടെ അപ്പുറത്ത് ചെന്നപ്പോഴത്തേ വള്ളം മറിഞ്ഞ് അവര് മരിച്ച്. മോൻ രക്ഷപ്പെട്ടു. മോനായിരുന്നു ബോട്ട് ഓട്ടിച്ചിരുന്നത്. മരിച്ച്. അങ്ങനെ ഇത് ഒത്തിരി ദിവസം, 3-4 മാസത്തിൽ കൂടുതൽ പൂട്ടിയിട്ടിരുന്നതിന് ശേഷം DTPC ഏറ്റെടുത്ത് പിന്നെ അവരെ അപകടം നടന്നതിന് ശേഷം അതിന് കച്ചവടമൊന്നും ഇല്ലായിരുന്നു. പിന്നെ തുറന്നതിന് ശേഷം വലിയ കച്ചവടമൊന്നും ഇല്ലായിരുന്നു.
തുറന്ന് കുറെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കച്ചവടങ്ങളൊക്കെ ആയത്. പക്ഷേ ഈ 5:30 പോണം അവിടെ പോണെങ്കി. അപ്പൊ സമയം തോയി അവിടെ പോയിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ നിൽക്കാം. 4 പോയിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നേ. അല്ലെ പിന്നെ അവര് വെള്ളം വിടത്തില്ല. 5 മണി കഴിഞ്ഞ് ഇവിടെ വെള്ളം വിടത്തില്ല. കൊച്ചു ഗ്ലാസ്സിനകത്ത് കുറച്ച് കപ്പലേണ്ടി തട്ടിയിട്ടുള്ളൂ, ചെറിയ ഗ്ലാസ്സിന്. അതൊക്കെ വേറെ 10 രൂപയ്ക്ക് എത്ര കപ്പലേണ്ടി തരും ഞാൻ? അന്ന് അറച്ചിട്ടോളൂ 20 രൂപയ്ക്ക്. ചെറിയ ഗ്ലാസ് അത് തട്ടിയിട്ടത് കൊടു. തോന്നല്ലേ? അല്ല ഞാൻ 50 രൂപ ക്ലാസ്സിനകത്ത് നിറച്ച്. അല്ല ക്ലാസ്സിനകത്താ. ചോദിക്കട്ടെ? ഇവിടെ തന്നെ ഇത് വീഡിയോയിൽ എടുത്തിട്ട് യൂട്യൂബ് എടുത്തിട്ട് എന്നിട്ട് എന്തെടുത്ത് പറയും? സൈനിങ് ഓഫ്. നമ്മൾ വെള്ളത്തിൽ പോയ പയ്യോട് നമ്മളോട് ഉള്ള പയ്യോട് വെള്ളത്തിൽ പോയ ആ ചെറുക്കനെല്ലാം പിടിച്ചു കൊടുക്കാൻ അവിടെ അവ അങ്ങനെ എക്സ്പ്രഷൻ ഒക്കെ ഇടും. ഇതൊന്നും വീഡിയോയിൽ വരൂല കേട്ടോ. ഇതെനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള സ്പെഷ്യലായിട്ട് വെറുതെ സ്പെഷ്യലായിട്ട് അയച്ചു തന്നാൽ മതി. സൈനിങ് ഓഫ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കാത്ത് വാങ്ങ പോണേ. ട്രാഫിക്. താങ്ക് യു. അവിടെ ഇല്ലടേ രക്ഷപ്പെട്ട